ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം മത്സരിക്കും. ഇന്ത്യ മുന്നണി സീറ്റ് ചർച്ചകൾ വിജയം കണ്ടതോടെയാണ് തീരുമാനമുണ്ടാകുന്നത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അനൂപ്, ഹരിയാന ഒരു പ്രതീക്ഷയുടെ തുരുത്തായി ഈ സമയത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ബീഹാറിലെ ഒരു സീറ്റ് കൂറുമാറ്റം വരുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുമൊക്കെ വലിയ തകർച്ചയിലേക്ക് പോകുമ്പോഴാണ് ഹരിയാനയിൽ നിന്ന് ഈ ആശ്വാസം നൽകുന്ന വാർത്ത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം എങ്ങനെയാണ്? അക്ഷയ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ സഖ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾക്ക് വലിയ സങ്കടം നിറഞ്ഞ ദിവസമാണിന്ന്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു പാർട്ടി സഖ്യം വിട്ടുപോയി NDAക്കൊപ്പം ചേർന്ന ദിവസം. എന്നാൽ ഈ ദിവസം അവരെ സംബന്ധിച്ച് വരുന്ന സന്തോഷമുള്ള വാർത്തയായി ഹരിയാനയിലെ സീറ്റ് വിഭജനം മാറുകയാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ ശക്തിയില്ല എങ്കിലും ചില പോക്കറ്റുകളിൽ ആയിരക്കണക്കിന് വോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. സഖ്യത്തിലെ വലിയ പാർട്ടി ഹരിയാനയിൽ കോൺഗ്രസ് ആണ്. നേരത്തെ പലതവണ അധികാരത്തിലിരുന്ന പാർട്ടിയുമാണ് ഹരിയാനയിൽ കോൺഗ്രസ്. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു. എത്ര സീറ്റാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആകെയുള്ള 10 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ 10ഇടത്തും വിജയിച്ചത് BJP ആയിരുന്നു. വലിയ വോട്ട് ശതമാനവും BJPക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടാവാതിരിക്കാൻ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ഹരിയാനയിലെ കോൺഗ്രസ് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു സീറ്റ് ധാരണ. നിലവിൽ നിയമസഭയിൽ സീറ്റുകളില്ലാത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയ വോട്ട് വിഹിതം എവിടെയും ഹരിയാനയിൽ ആം ആദ്മിക്കില്ല. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ചില പോക്കറ്റുകളിൽ വോട്ടുണ്ട്. ആ വോട്ട് കൂടി സമാഹരിച്ച് ഇന്ത്യ സഖ്യത്തിന് നേട്ടമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു സീറ്റ് ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാനേ തീരുമാനമുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിറകെ നടക്കുന്ന ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അനൂപ് ദാസ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.